സുകൃതയാഗത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഫലവും ദുഷ്കൃതങ്ങളാൽ, അതെന്തൊക്കെയാണ് ദുഷ്കൃതം? ഒരു വൈദികൻ, ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച മന്ത്രങ്ങളാണ്, പിന്നെ പുസ്തകത്തിൽ കണ്ടിട്ടേലാവുന്നു, ഉണ്ടാവും പക്ഷെ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിരുന്ന മന്ത്രങ്ങളിലൊന്ന്, ഇപ്പം അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് എന്തായാലും അറിയുണ്ടാവും, അത് എല്ലാ സന്ധ്യാവന്ദന മന്ത്രങ്ങളിൽപ്പെട്ട മന്ത്രമാണത്. സൂര്യനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇന്നലെ തലേന്ന് രാത്രി വരെ കൈകാലുകളെ കൊണ്ടോ ചിത്തം കൊണ്ടോ ജിഹ്വ കൊണ്ടോ എൻ്റെ ലിംഗം കൊണ്ടോ യോനി കൊണ്ടോ പാദങ്ങളെ കൊണ്ടോ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും അവിടുന്ന് പുറത്തു തരണമെന്നുണ്ട്. ജലതർപ്പണം, ജലം കൊടുക്കുകയാണ്. സൂര്യശ്ച മേ മന്യുശ്ച മന്യുപതയശ്ച മന്യുപതേഭ്യ, അല്ലേ? സൂര്യശ്ച മാ മന്യുശ്ച മന്യുപതേഭ്യ. സൂര്യനോട് പറയണ, സൂര്യ, ഹേ സൂര്യദേവ കോപിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപേഭ്യോ രക്ഷന്താം, പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും. സൂര്യൻ്റെ മഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? കോപം. അപ്പോൾ വേദത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രചണ്ഡ മാർത്താണ്ഡനാണ്. എന്നുവെച്ചാൽ അത്ര ഫിയറി ആയിട്ടുള്ള ഒരു സങ്കല്പമാണ്, അത്രയ്ക്കും തീക്ഷ്ണമായ രശ്മികളെ പായിക്കുന്ന, അല്ലേ? തിഗ്മരശ്മി എന്ന് പറയും വേദത്തിൽ. തിഗ്മരശ്മിയാണ്, അതായത് മൂർച്ചയുള്ള രശ്മിയാണ്. നമ്മൾ അറിഞ്ഞല്ലോ, ഈ ഭരണം ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ ഏപ്രിൽ അനുഭവിച്ചല്ലോ ആ ചൂട്, ഇല്ലേ? ആ ചൂട് എന്തായിരുന്നു? ആളുകൾ സൂര്യാഘാതം, ഒരു പേരാണ് സൂര്യാഘാതം. എന്താണ് സൂര്യാഘാതം? തൊലി പൊള്ളിയ, ബോധം കെട്ട് വീഴുക, ചിലപ്പോൾ നിർജ്ജലീകരണം കൊണ്ട് മരണം വരെ സംഭവിക്കാം. ആരാണ് അതിന് റെസ്പോൺസിബിൾ? സൂര്യൻ. സൂര്യൻ എന്ന് പറഞ്ഞാൽ പണ്ടും ഇന്നും ഭാരതീയ ജീവിതത്തിൻ്റെ മധ്യവർത്തിയാണ്. അതായത് സൂര്യൻ ഇല്ലെങ്കിൽ ജീവനില്ല. അതെന്താ കാരണം? സൂര്യശബ്ദത്തിൻ്റെ വൈദികമായ ധാത്വർത്ഥം ശൂന്യ പ്രാണിപ്രസവേ എന്നാണ്. പ്രാണികളെ, ജീവനുള്ള എല്ലാറ്റിനെയും പ്രസവിപ്പിക്കുന്നത് കൊണ്ട് ഇവന് പേര് സൂര്യൻ. ശൂന്യ പ്രാണിപ്രസവേ, എല്ലാ ജീവജാലങ്ങളെയും പ്രസവിപ്പിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മഴ പെയ്യാണ്, അല്ലേ? ഇന്ന് മഴ വരുന്നതിന് മുമ്പ് എല്ലാ സാധനം നമ്മൾ ശീബോധി എന്നൊക്കെ പറയല്ലേ, ശ്രീ ഭഗവതിയെ, അതാണ് തലേന്നെല്ലാം അടിച്ചു കൂട്ടി, കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം അടിച്ചു കൂട്ടി കത്തിച്ചു, മുഴുവൻ കത്തിച്ച് ചാരമാക്കി. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ മഴ പെയ്താൽ അതിൽ നിന്ന് നാം അറിയാതെ, ആരും വിത്തിടാതെ, എല്ലാ വിത്തും കരിഞ്ഞു പോയ ശേഷവും ഒരു നാമ്പിട്ട് വരും, അല്ലേ? കണ്ടിട്ടുണ്ടോ അത്? എല്ലാം കത്തിച്ചാലും അതിൽ നിന്നും ഒരു ജീവനെ ഈ സൂര്യൻ്റെ വരവോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അല്ലെങ്കിൽ ജീവനെ കൊണ്ടുവരാൻ, പ്രാണികൾക്ക് പ്രാണൻ നൽകാൻ കഴിവുള്ളവനാണ് സൂര്യൻ. ഇപ്പോൾ സംസ്കൃതത്തിൽ വൈദിക വാങ്മയത്തിൽ ഒരു ശബ്ദം ഉപയോഗിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ അർത്ഥതലങ്ങളെ ചിന്തിച്ചിട്ടാണ് ആ പേരിടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല പേരിടുന്നത്, എന്തൊക്കെയോ പേരിടുകയാണ്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ നല്ല പേരാണ് ഇവിടെ ഇട്ടത് കുട്ടികളൊക്കെ. ഇപ്പോൾ ചില പേരൊന്നും അർത്ഥം അറിയില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റ് നോക്കുക, ബേബി നെയിം സ്റ്റഡി 1000 പേരിട്ട് വരും. അള്ളാഹു എന്നായിട്ടാലും വേണേ ഇടും. ഹിന്ദു പേര് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇതിൽ നോക്കി എന്താ വരുന്നത് അതിടും. ചില സ്ഥലത്തൊക്കെ പേര് കേട്ടാൽ ഞെട്ടിപ്പോവും നമ്മൾ, അർത്ഥശൂന്യമായ പേര്. അപ്പോൾ എങ്ങനെയാണ് പേര് സൂര്യന് വന്നത്? സൂര്യനെ കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും സൂര്യനെ കൊണ്ടാണ്. അതുകൊണ്ട് വൈദിക ഋഷി എന്ത് വിളിച്ചു? ശൂന്യ പ്രാണിപ്രസവേ. ആ സൂര്യനോട് രാവിലെ ഒരു ഉപനയിച്ച ഉണ്ണി പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? സൂര്യശ്ച മാ മന്യുശ്ച മന്യുപതയശ്ച മന്യുകൃതേഭ്യ പാപേഭ്യോ രക്ഷന്താം, പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും. ഞാൻ എന്തെങ്കിലും തലേന്ന് രാത്രിയോ, ഇപ്പം തലേന്ന് ഈ അവസാനത്തെ സന്ധ്യാവന്ദനം മുതൽ അടുത്ത സന്ധ്യാവന്ദനം വരെയാണ് നമ്മുടെ ഒരു ദിവസം. പ്രാതഃസന്ധ്യാവന്ദനം മുതൽ അടുത്ത പ്രാതഃസന്ധ്യാവന്ദനം വരെയാണ് ഒരു ദിവസം. സൂര്യൻ്റെ സാന്നിധ്യമുള്ള സമയത്തെയാണ് ദിനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സൂര്യന് ദിനകരൻ, ദിവാകരൻ എന്നൊക്കെ പേരുണ്ട്. ദിവസത്തെ ഉണ്ടാക്കുന്നവൻ. ആ സൂര്യൻ എന്നോട് കോപിക്കല്ലേ, എൻ്റെ കർമ്മത്തിനെല്ലാം സൂര്യൻ സാക്ഷിയാണല്ലോ. ഞാൻ അറിയാതെയോ അറിഞ്ഞോ തെറ്റു പറഞ്ഞ വാക്ക്, ചെയ്തു പോയൊരു മോശം പ്രവൃത്തി, എന്തുകൊണ്ടൊക്കെയാണ് പാപേഭ്യോ രക്ഷന്താം,
യദ്രാത്രിയാ പാപമകാരിഷം, ഞാൻ രാത്രി ചെയ്തു പോയ തെറ്റ് അറിയാതെ. ഇരുട്ട് വരുമ്പോഴാണ് തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രേരണ ഉണ്ടാവുക. പകൽ സമയത്ത് നമ്മൾ സാധനം മോഷ്ടിക്കാൻ പോകുന്ന ആൾക്കും ഒരു പേടി ഉണ്ടാവും, ആരെങ്കിലും കാണുമെന്ന്. രാത്രി കള്ളൻ ഇറങ്ങണം. എന്താ കാരണം? സൂര്യൻ്റെ അഭാവത്തിൽ ലോകത്ത് അധർമ്മം പെരുകുമെന്നാണ്. അങ്ങനെയാണ് ചിന്ത. ഇപ്പോൾ പകൽ കൊള്ള നടക്കുന്ന കാലമാണ് അല്ലേ? അമ്പലങ്ങളൊക്കെ പകൽ കൊള്ളയാണ്. ദേവസ്വം ബോർഡുകാരുടെ വക ആശീർവാദത്തോടു കൂടിയ കൊള്ള പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന്, കാരണം ഗുരുവായൂരപ്പൻ്റെ സ്വത്താണ്, ദേവൻ്റെ സ്വത്താണ് ദേവസ്വം. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നമ്മുടെ ഒരു പ്രളയപയോധിയിൽ എല്ലാവരും മയങ്ങി ഉണർന്നൊരു കാലമുണ്ടല്ലോ. വായിൽ മത്സ്യം കയറിയ, നമ്പൂരിയുടെ വായിൽ മത്സ്യം കയറ്റിയ MM മണിയുടെ ഭരണകാലം. ആ സമയത്ത് സകല വീട്ടിലും 2ാം നിലയിൽ ആൾക്കാർ 3ാം നിലയിൽ ടെറസിന് മുകളിൽ കയറിയതിനാണ് പലരും ജീവസന്ധാരണം നടത്തിയത്. ജീവിക്കാൻ വയ്യ, ഷട്ടർ തുറന്നു വിട്ടു. അപ്പോൾ എന്തിനാ തുറന്നു വിട്ടു വെച്ചാൽ അതിനും കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാടുള്ള മന്ത്രി കൃഷ്ണൻകുട്ടി പറയുകയും ചെയ്തു. ആരോ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവിടെ മണലെടുക്കാണ്ടായിരുന്നു. ആ മണൽ ഒലിച്ചു പോകാണ്ടിരിക്കാൻ അവിടെ നേരത്തെ തന്നെ തുറന്നു വിട്ടാണെന്നാണ് പറയുന്നത്. ശരി, തുറക്കാണ്ടിരുന്നു, വെള്ളം നിറഞ്ഞിട്ടും ഗതികെട്ട് തുറന്നപ്പോൾ ചെങ്ങന്നൂർ വരെ വെള്ളം വന്നു. എല്ലാവരും മുങ്ങി, എല്ലാവരുടെ വായിലും മത്സ്യം കയറിയതാണ്. കുറേ പേര് ആസ്മ മാറി, പക്ഷേ ജീവനില്ല. അങ്ങനെയായിരുന്നു ആ സമയം. അപ്പോൾ പാപം, പകൽ കൊള്ള, പാപം. ആ സമയത്തെ പ്രളയ സമയത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ 10 കോടി രൂപ അനധികൃതമായി ദേവസ്വം ബോർഡ് ഈ CMDRF ഇടാൻ പാടില്ല. കാരണം ദേവൻ ഇന്ത്യൻ നിയമപ്രകാരം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഭാരതീയ നിയമപ്രകാരം ദേവൻ പെർപെച്വൽ മൈനറാണ്. ദേവന് കുട്ടിയാണ് എപ്പോഴും. ഒരിക്കലും ദേവൻ്റെ സ്വത്ത് മാനേജ് ചെയ്യല്ലാതെ ഇറ്റ് ഷുഡ് നെവർ ബി എംബെസിൽഡ് ഓർ മിസ്അപ്രോപ്രിയേറ്റഡ് ടു അനദർ എയിം ഓർ അനദർ ഒബ്ജക്റ്റ്. എന്തെങ്കിലും മറ്റൊരു കാര്യത്തിന് വേണ്ടി, മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ഫണ്ട്, ഭഗവാന്റെ സ്വത്ത്, 1 രൂപ പോലും എടുക്കാൻ പാടില്ലെന്നിരിക്കെ, നിയമം ഇരിക്കെ 10 കോടി രൂപയാണ്. അപ്പോൾ ഹൈക്കോടതി കേസ് കൊടുത്ത് ഹൈക്കോടതി പറഞ്ഞു കൊണ്ട് തിരിച്ചു വെക്കാൻ ഇന്ന് വരെയും തിരിച്ചു വെച്ചിട്ടില്ല. അതാണ് നമ്മുടെ നാട്. ഹിന്ദുക്കളുടെ പണമാണ്. ഈ 10 കോടി രൂപ കൊണ്ട് എത്ര പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാം, എത്ര ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസം നൽകാം, എത്ര പേരുടെ ചികിത്സ നടത്താം. അതിന് ഈ സർക്കാരുകൾ അനുവദിക്കില്ല. ഹിന്ദു മതം ഒരു സർക്കാർ മതമായി മാറിയിരിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ സ്കൂളിൽ കൊണ്ട് ചേർക്കേണ്ട ഗതികേടാണ്. ചികിത്സിക്കണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള കിഡ്നി ഡയാലിസിസ് സെൻറ്ററിൽ പോകണം. അപ്പോൾ ഈ ഹിന്ദുവിനെ എന്നും ഒരു പരാന്നഭോജിയായും പരാശ്രയജീവിയായും മാറ്റാൻ വേണ്ടി സർക്കാരുകൾ പണ്ടേ ആലോചിച്ച് ചെയ്ത ഒരു ദൗർഭാഗ്യമാണ് ഈ ദേവസ്വം ബോർഡ്. സംശയമുണ്ടോ? അപ്പം ഇങ്ങനെ ദേവസ്വം ബോർഡ് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പകൽ കൊള്ളയെപ്പറ്റി പറഞ്ഞാണ്. ഈ പ്രാർത്ഥന അവർക്കും ബാധകമാണ്. അവർ സന്ധ്യാവന്ദനം ചെയ്യാത്ത ആൾക്കാരാണ് ഈ മന്ത്രം അറിയില്ല, അത്രയേ ഉള്ളൂ. അവർ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? നരകത്തിലും ആൾ വേണ്ടേ? അല്ല, അവിടെ ബോറടിക്കില്ലേ? ഇവർക്ക് അങ്ങോട്ടേക്കുള്ള ആൾക്കാരാണ്, അങ്ങോട്ടേക്ക് ചേർക്കുന്ന ആൾക്കാരാണ്. അപ്പം യദ്രാത്രിയാ പാപമകാരിഷം മനസാ വാച, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പാദം കൊണ്ടോ, മനസാ വാച ഹസ്താഭ്യാം കൈകൾ കൊണ്ടോ, പദ്ഭ്യാം കാലുകൾ കൊണ്ടോ, ഉദരേണ വയറുകൊണ്ടോ. എന്താ വയറുകൊണ്ട് ചെയ്യുന്ന പാപം? ആരെയും വയറുകൊണ്ട് ഇടിച്ചിട്ടുണ്ടോ? വയറുകൊണ്ട് ചെയ്യുന്ന പാപം എന്ന് വെച്ചാൽ, നല്ലൊരു ഉണ്ണി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിലേക്ക് പോയാൽ സ്കൂളിൽ കൂട്ടുകാരൻ വന്ന് പറയും, ഷാഹുൽ ഹമീദ് പേരിടുകയാണ്, കൂടെ കൂടി പറയും, നീ എന്താ രാവിലെ കഴിച്ചത്? ഹിന്ദു അല്ലേ, ചിലപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്താ കഴിച്ച? ഇഡ്ഡലി, ദോശ, പുട്ട്, കറി ഉണ്ടോ? ഇല്ല, പഞ്ചസാര. പല വീടുകളിലും അമ്മമാരുടെ പണിയാണ്. ഒക്കെ തന്നെ ചൂരലോട്ട് അടിക്കണം. എന്താണ്? പുട്ടും പഞ്ചസാരയും, ഇഡ്ഡലിയും പഞ്ചസാരയും, കഞ്ഞിയും പഞ്ചസാരയും. എന്താണ്? കറി ഉണ്ടാക്കാൻ മടി. അപ്പോൾ ഈ കുഞ്ഞെന്ത് ചെയ്യും? ഒരു അരക്കഷ്ണം പുട്ടും പഞ്ചസാരയും കഴിച്ചിട്ട് അവൻ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഷാഹുൽ ഹമീദ് പറയാണ്, ഞാൻ രാവിലെ എന്താ കഴിച്ചറിയോ? കുഴിമന്തി. അപ്പോൾ ഈ കുട്ടിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവണം, എന്താണ് ഈ കുഴിമന്തി? നീ മന്തി കഴിച്ചാലേ നീൻ്റെ പുട്ടും ദോശയൊക്കെ വലിച്ചെറിയും. അപ്പോൾ എങ്ങനെ മന്തി കഴിക്കുക? ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടില്ല? പോക്കറ്റ് മണി കിട്ടില്ല. കാരണം കാശില്ല. ഒന്നാമത് ഹിന്ദു പുരുഷൻ അധ്വാനിക്കില്ല, അവൻ അധ്വാനിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവൻ വീട്ടിലിരിക്കും. ഈ സ്ത്രീ തൊഴിലുറപ്പിന് പോകും.
ഈ തൊഴിലുറപ്പ് പരിപാടി എന്താ? തൊഴിലുറപ്പ് എന്താ സാധനം? ഈ നേഴ്സുമാർ എന്നോടൊരു നേഴ്സ് പറയാണ്, സാറേ സർക്കാർ ആശുപത്രിയിൽ സൂചി കിട്ടാനില്ല, ഈ തൊഴിലുറപ്പുകാരൊക്കെ ചന്തിക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ എല്ലാ സൂചി ഒടിഞ്ഞു പോകുന്നു, ഒരു പണിയെടുക്കാണ്ട് അവിടെ ഇരിക്കുകയാണ്, ഫുൾ ടൈം വരുന്നാൽ ചന്തിക്ക് തഴമ്പ് വരും, അതാണ് തൊഴിലുറപ്പ്. അപ്പോൾ ഈ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ജീവിക്കാം? അധ്വാനിക്കാൻ ജീവിക്കുന്നൊരു വർഗം അങ്ങനെയായി മാറി, നമ്മളങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ ഈ കുട്ടിയോട് ഷാഹുൽ ഹമീദ് പറയാണ്, നാളെ ഞാനേ വാപ്പ തരുന്ന പോക്കറ്റ് മണി കൊണ്ട് വരാം, ഇല്ലെങ്കിൽ സർക്കാർ തരുന്ന സംവരണം കൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇവനെയും കൂട്ടി പോയിട്ട് കുഴിമന്തി വാങ്ങിക്കൊടുക്കും. ആഹാ എന്തൊരു ടേസ്റ്റ്! ജീവിതത്തിൽ ആദ്യമായി ബിരിയാണി കണ്ട അങ്ങനെ ഉണ്ടല്ലോ ഒരു പടത്ത് കാണിക്കേണ്ടത്, ആ സന്തോഷം ഹിന്ദുവിന് കിട്ടുകയാണ്. ഇപ്പോൾ ഹിന്ദു വിചാരിക്കുക ഈ വൈക്കത്തപ്പനെ കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു കുഴിമന്തി നൽകാൻ പോലും കഴിയുന്നില്ല, വീട്ടിലെന്നും പട്ടിണി പരിവട്ടവും. അപ്പോൾ പിന്നെ ഷാഹുൽ ഹമീദ് കുറേ ദിവസം ഇങ്ങനെ തീറ്റി ഭക്ഷണം കൊടുക്കും. കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് തോന്നും ഹിന്ദുക്കളെക്കാൾ എന്തുകൊണ്ടും നല്ലത് മുസ്ലിം ആവുന്നതാണെന്ന് തോന്നും. അങ്ങനെ മെല്ലെ മെല്ലെ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്, ആഹാരത്തിലൂടെയാണ് ഹിന്ദുക്കളെ പാപികളാക്കുന്നത്. അതാണ് പദ്ഭ്യാമുദരേണ ശിഷ്ഞാം. ഉദരേണ വയറ് കൊണ്ട് ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വയറ്റിൽ ഹിന്ദുക്കളുടെ സങ്കല്പപ്രകാരം ആരായിരിക്കണേ? വൈഷ്ണവ് പറയും ആരായിരിക്കണം വയറ്റിൽ? നമ്മുടെ വയറ്റിൽ ആരായിരിക്കുന്നത്? കുടലോ? എത്രയല്ലേ നീ പഠിക്കണേ? 7-ലോ? ഇനി 7-ലേക്കാ? ഗീതയിലല്ലേ പഠിക്കുന്നത്? ഗീതയിലുണ്ടല്ലോ അത്, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പചാമ്യന്നം ചതുർവിധം. 4 തരത്തിലുള്ള ആഹാരങ്ങളും ഞാൻ, ആര്? മഹാവിഷ്ണു വയറ്റിൽ എല്ലാ ജീവജാലങ്ങളുടെയും, മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും, പട്ടിയായാലും പൂച്ചയായാലും പശുവായാലും എല്ലാം, പന്നിയായാലും എല്ലാത്തിൻ്റെയും വയറ്റിൽ വിശപ്പാകുന്ന അഗ്നിയായി ഞാൻ ഇരിക്കുന്നു. ആര്? മഹാവിഷ്ണു. എന്താ അഗ്നിയുടെ പേര്? വൈശ്വാനര അഗ്നി.